Hello beautiful people, welcome back to my channel. ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് ഇന്ന്. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഡ്രസ്സ് നോക്കാൻ പോകണം. നമ്മൾ ഡ്രസ്സ് നോക്കാൻ പോയത് റൂട്ട്സിലാണ്. റൂട്ട്സ് ഒരു മൾട്ടി ബ്രാൻഡ് സ്റ്റോറാണ് തൊടുപുഴയുള്ള. അവിടെ നമ്മൾ ഫസ്റ്റ് പോയേ. ഇവിടെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ സാരീസ്, കുർത്തീസ്, ചുരിദാർ മെറ്റീരിയൽസ്, പിന്നെ ബേബി ഡ്രസ്സസ്, ഹോം ഡെക്കോർ, ആക്സസറീസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദൈഗ അങ്ങനെ പ്രോഡക്ട്സും, ദൈഗയുടെയൊക്കെ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ഹോം മെയ്ഡ് ആയിട്ടുള്ള പിക്കിൾസും കാര്യങ്ങളും അങ്ങനെ കുറേ ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓൾസോ ബെഡ് കവേഴ്സ്, പില്ലോ കവേഴ്സ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പില്ലോ കവേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഹോം ഡെക്കർ ഏരിയയിലേക്ക് നമ്മൾ വന്നു. അവിടെ ഇങ്ങനെ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലത്തെ ക്യൂട്ടായിട്ടുള്ള വാസസ്, പിന്നെ ഹോം ഡെക്കേഴ്സൊക്കെ അവൈലബിൾ ആണ്. ക്രിസ്മസ് മഗ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ക്യാൻഡിൽ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഇതൊക്കെ വേണ്ടുന്നവരാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ദ റൂട്ട്സ്. ഈ ഒരു ബ്രൗൺ കോട്ട് സെറ്റായിരുന്നു എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് എക്സൽ സൈസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ലൂസായിരുന്നു. ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാലും അത്ര പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കില്ല എന്നുള്ളതുകൊണ്ട് അത് എടുത്തില്ല. പിന്നെ നമ്മൾ കണ്ട കളക്ഷൻസ് അവിടെ ഇതുപോലത്തെ ആൻറ്റി ടാർണിഷ് ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ചെറിയ ഇയറിങ്സ്, പിന്നെ നെക്ലേസസ്, ബാംഗിൾസ്, അങ്ങനെ ടൈപ്പ് കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് ഈ റെഡ് കളർ കുർത്ത എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഇതും സൈസ് ലാർജ് ആയിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമുക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ ഡ്രസ്സ് കൊണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം റൂട്ട്സിൽ പോയി റെഡിമെയ്ഡ് നോക്കി. പക്ഷെ അതൊന്നും എനിക്ക് സെറ്റായില്ല. അതുകൊണ്ട് സൈസൊക്കെ വിഷയമായിരുന്നുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ റെഡിയായി. ഒരു സാരി കണ്ടുപിടിച്ചിട്ട് സാരിക്ക് ബ്ലൗസ് നോക്കാൻ പോവാണ്. സാരിക്ക് ബ്ലൗസ് എങ്ങനെ കിട്ടുമായിരിക്കും. റെഡിമെയ്ഡ്. നാളെയാണ് കല്യാണം. നല്ല മഴയാണ്. മഴയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കറക്റ്റ് അറിയുമ്പോൾ മഴ പെയ്തു. കുടയില്ല. കാരണത്ത് കുടയില്ല. പക്ഷേ പുളിമൂട്ടിലാണ് പോകുന്നത്. പുളിമൂട്ടിൽ പാർക്കിംഗ് അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. പാർക്കിംഗ് ഇല്ലെങ്കിൽ പറ്റും. മഴ നനഞ്ഞ് കയറാം. നല്ല മഴയാണ്. സാരി, സാരിയുടെ കളർ അല്ല കൊണ്ടിരിക്കുക പതുക്കെ പതുക്കെ. ഭയങ്കര ട്രാഫിക് ഇല്ല കേട്ടോ. പാർക്കിംഗ് കിട്ടൂല എന്നൊരു മിനിറ്റ് വിചാരിച്ചു. പക്ഷെ പാർക്കിംഗ് കിട്ടി. സക്സസ്ഫുൾ. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ശരിക്കും കല്യാണമാണ്. പുളിമൂട്ടിൽ ഞങ്ങൾ കയറി. അവിടെ ബ്ലൗസ് നോക്കിയപ്പോൾ ഒരുപാട് ഡിസൈൻസ് ഉള്ള ബ്ലൗസോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പ്ലെയിൻ ആയിട്ടൊരു ബ്ലൗസോ ബ്ലാക്കോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റുള്ള കല്യാണി കയറി. ഇവിടെ കുറച്ച് കളക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് നെറ്റിൻ്റെ വർക്കും ഓർഗാൻസ പോലത്തെയൊക്കെ. ഈ ഒരു കൂട്ടത്തിൽ നിന്ന് ഞങ്ങളൊരു ബ്ലൗസ് ചൂസ് ചെയ്ത് കുറച്ച് സൈസിന് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓൾട്ടർ ചെയ്ത് അന്നേരം തന്നെ തരാം. ഒരു 1 hour ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആ ഒരു ടൈമിൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ ബ്ലൗസും എടുത്ത് ഓൾട്ടർ ചെയ്യാൻ കൊടുത്ത് ഫുൾ ഇതായിട്ട് പുറത്തേക്ക് ഇറങ്ങി. പുളിമൂട്ടി വെച്ച് വീഡിയോ എടുത്തില്ലടാ. പുളിമൂട്ടിൽ ചാടി കല്യാണി കയറി. ഇപ്പോഴത്തെ അവിടെ നിന്ന് സ്റ്റുഡിയോയിൽ പോവാം. ബാക്കില്ലാത്ത ഡ്രസ് ചേച്ചി എപ്പോൾ ഇവിടെ ഡ്രസ്സ് എടുക്കാൻ പോയാലും സൈസൊന്നും കിട്ടാറില്ലെന്നാണ് കംപ്ലൈൻറ്റ് പറയാറ്. ഇങ്ങനെ തപ്പി തപ്പി ഞങ്ങൾ കുറേ നടന്നു. ഇന്നും അതേപോലെ കിട്ടിയില്ല. ഞങ്ങൾ സൺഗ്ലാസ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെക്കാനായിട്ട് പോയതാണ്. അന്നേരത്തേക്ക് ഇത് ഫുള്ള് ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കാം. കണ്ണി വെച്ച് നോക്കി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ പോയാൽ.
എനിക്ക് ഈ ഒരു കീ ചെയിൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അതും എടുത്ത് ട്രെൻഡ്സിലേക്ക് നേരെ പോയി. ട്രെൻഡ്സിൽ പോയി അവിടെ ഇപ്രാവശ്യം കുറച്ച് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ സാറ്റിൻ ടോപ്പും കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ വേറൊരു ടോപ്പൊക്കെ എടുത്തു, അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ ഞങ്ങൾ പോയി ട്രയൽ റൂമിലൊക്കെ പോയി നോക്കി അവസാനം ഇത് തന്നെ എടുത്തു. ഞങ്ങളപ്പോൾ കല്യാണിൽ പോയി എൻ്റെ ഓൾട്ടർ ചെയ്ത ബ്ലൗസൊക്കെ വാങ്ങി അടുത്തുള്ള റിലയൻസിലും കയറി ഐസ്ക്രീമും കിൻഡർ ജോയും ഒക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. നമുക്ക് ഏത് ബാറ്റ്മാൻ്റെ ഇതാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുന്നു. അപ്പോൾ ബൈ ബൈ ഗൈസ്. ദിസ് ഈസ് ദ ബ്ലൗസ്. ഓക്കെ, ഇനി ഒരു കാര്യം കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കാണിച്ച പിങ്ക് സാരിക്കല്ല ബ്ലൗസ് ഇത് മാച്ച് ചെയ്തത്. ഈ ബ്ലൗസ് കണ്ടപ്പോൾ വേറൊരു സാരി ഇവിടെ ഉള്ള ഓർമ്മ വന്നു. ആൻഡ് സോ ആ സാരി കാണിച്ചു തരാം. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, യു ഷുഡ് ലുക്ക് അറ്റ് ദിസ്. ഇത് ഇതിൻ്റെ ബ്ലൗസ്. എവിടെ ബ്ലൗസ്? ഓപ്പൺ ചെയ്തിട്ട് ചേച്ചീനെ മടക്കി വെച്ചാൽ ഇത് ഇതിൻ്റെ ബ്ലൗസാണ്. എക്സാക്ട്ലി സെയിം ബ്ലൗസ് കിട്ടി. വാവ്, വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ കാണുന്നു. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ സാരി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഉടുക്കാൻ ആഗ്രഹമുള്ള സാരി ഇതായിരുന്നു. പിന്നെ വെഡ്ഡിങ്ങിന് ബ്ലാക്ക് ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ ഈ റെഡ് സാരി കയറി വന്നത്. റെഡ് അല്ല, മെറൂണും. ബ്ലൗസ് ഇല്ലായിരുന്നു, ബ്ലൗസ് രണ്ടിനും ഇല്ലായിരുന്നല്ലോ. മെറൂൺ സാരി കണ്ടപ്പോൾ ഓക്കെ, എന്നാൽ മെറൂൺ അല്ല, പിങ്കിഷ് മെറൂൺ, റൂബി റെഡോ എന്താണ് അതിന് പേര്? മെറൂൺ, പിങ്കിഷ് മെറൂൺ, റൂബി പിങ്കോ അങ്ങനെ എന്തോ പറയുന്നതിന്. ആ, റൂബി എന്ന് പറഞ്ഞാൽ റെഡ് കളർ, റെഡ് സ്റ്റോൺ അല്ലേ, അങ്ങനെ എന്തോ ഒരു കളറ്. അപ്പോൾ ആ കളറ് ചൂസ് ചെയ്ത് ബ്ലൗസ് എടുക്കാൻ പോയപ്പോൾ ഈ സാരിയുടെ ബ്ലൗസ് കറക്റ്റ്. അപ്പോൾ എനിക്ക് ഉടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന സാരി ഉടുക്കാനും പറ്റി. അങ്ങനെ മറ്റേ സാരിക്ക് ഞാൻ കുറേ ഓർണമെൻറ്റ്സ് നോക്കിയപ്പോൾ ഒന്നും വേറെയൊക്കെ ചേരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇടാൻ ആഗ്രഹമുള്ള ഓർണമെൻറ്റ് ഇതിന് ഞാൻ ചൂസ് ചെയ്തു. അത് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്തത് ഈ സ്റ്റോണിൻ്റെ നെക്ലേസാണ്. സ്റ്റോണിൻ്റെ നെക്ലേസ് ട്രൈ ചെയ്തപ്പോഴത്തേക്കും ചേരുന്നുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് വലുതായി പോയ പോലെ തോന്നി. അതുകൊണ്ട് നമ്മൾ വേറെ 1-2 ട്രൈ ചെയ്തു. പിന്നെ ഒരെണ്ണം ഒരു ഗോൾഡ് ടൈപ്പ് ആയിരുന്നു, അത് ഒട്ടും ചേരുന്നില്ലായിരുന്നു. ബിക്കോസ് സാരിയിലെ ഒരു കോപ്പർ വേറൊരു കളർ, ആൻറ്റിക് ഗോൾഡ് കളർ ആയതുകൊണ്ട് ഇത് ചേരുന്നില്ല. പിന്നെയാണ് ഇത് ട്രൈ ചെയ്തപ്പോഴത്തേക്കും ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇതതിൻ്റെ ഇയറിംഗ് ആണ്. അങ്ങനെ കല്യാണം ദിവസം രാവിലെ കുളിച്ചൊരുങ്ങി ഒരു 10 o'clock ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങണം. 11:30 കല്യാണം. ഇറങ്ങണം എന്ന് വിചാരിച്ച് നമ്മൾ ഹെയർ ഫസ്റ്റ് ചെയ്തു തുടങ്ങി. ഹെയർ ചെയ്തു തന്നെ ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് ഒക്കെ അടിച്ചിട്ട് ആദ്യം ഫസ്റ്റ് ബ്ലോ ഡ്രൈ ചെയ്യുക. ഇത് ആക്ച്വലി ഞങ്ങളുടെ ഒരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ്. ബിക്കോസ് നമ്മൾ രണ്ടുപേരും ഇതങ്ങനെ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നതോ അല്ല. മുടി ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് കിടക്കുന്നത്. കേളിയാണ് ഉദ്ദേശിക്കുന്നത്. സെറം തേക്കുന്നുണ്ടോ? അത് കഴിഞ്ഞാണോ സെറം ഇപ്പോൾ തേക്കണ്ടല്ലോ? ഞാൻ എപ്പോഴും മുടി ഒന്നെങ്കിൽ അഴിച്ചിടും, അല്ലെങ്കിൽ പോണിറ്റെയിൽ കെട്ടും, അല്ലെങ്കിൽ ബൺ കെട്ടുക ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റിക്ക് കേൾ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേൾ ചെയ്ത് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ എക്സ്പെരിമെൻറ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ വിചാരിച്ചേക്കാളും കൂടുതൽ ടൈം ഇത് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യം കേൾ ചെയ്ത് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല സെറ്റായിട്ട് കിടന്നു. ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഇതിൽ ടൈമർ ഉണ്ട്, ഞാൻ നോക്കിക്കോളാം. അപ് ടു 72 hours പവർ ഹോൾഡ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കിന്ന് കറക്റ്റിന് ടെസ്റ്റ് ചെയ്യാം, ഒരു 6-7 മണിക്കൂർ ഇരിക്കുമോ എന്നുള്ളത്. കറങ്ങിക്ക്
ഹെയർ സെറ്റാക്കി കഴിഞ്ഞ് നെക്സ്റ്റ് ഞങ്ങൾ സാരി ഡ്രേപ്പിങ്ങിലേക്ക് പോയി. സാരി യൂഷ്വലി ഞങ്ങൾ ഡ്രേപ്പ് ചെയ്യുന്നത്, ഞാനും ചേച്ചിയും ഡ്രേപ്പ് ചെയ്യുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പാർലറിൽ പോയി സെറ്റാക്കുക ചെയ്യുന്നത്. പക്ഷേ ഇത് ഈ കുർത്തയാണോ സാരിയാണോ ഇടുന്നതെന്നൊന്നും ഡിസൈഡ് ആവാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നേ സാരി ഡ്രേപ്പ് ചെയ്യാൻ എങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ മമ്മിയും ചേച്ചിയും കൂടെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പെർഫെക്റ്റ്ലി ഡ്രേപ്പ് ചെയ്ത് തന്നു സാരി. എല്ലാം കഴിഞ്ഞ് ക്ലോക്കിലേക്ക് നോക്കിയപ്പോഴാണ് റിയലൈസേഷൻ ഹിറ്റ് ചെയ്തത്. സമയമില്ലായിരുന്നു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നോക്കിയൊന്നുമില്ല. എല്ലാം വേഗം റെഡിയായി. ബാക്ക് ക്യാമറ എടുത്ത് വീഡിയോസ് കഴിഞ്ഞു. കോട്ടയത്ത് കങ്ങഴ വെച്ചാണ് കല്യാണം. ഞാനൊന്ന് സാരി കൊടുത്ത് റെഡി ആയതുകൊണ്ട് എന്നെ കൊണ്ടുവിടാൻ പറഞ്ഞ് ഞാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും ബ്രൗൺ ഉൾപ്പെടെ എല്ലാവരും ഒരു ട്രിപ്പായിട്ട് എടുത്ത് ഞങ്ങൾ മൊത്തത്തിൽ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കൂടി. ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ച് കുറേ ഫോട്ടോസും എടുത്ത് അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവസാനം പിരിഞ്ഞു. അപ്പോഴത്തേക്കും മമ്മിയും പപ്പയും എല്ലാവരും കൂടി ട്രിപ്പൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ഒരു ട്രിപ്പായിട്ട് ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രൈവ് പോയി കുട്ടിക്കാലത്തെത്തി. കുട്ടിക്കാലം പീരുമേട് വാഗമൺ വഴിയാണ് തിരിച്ച് വീട്ടിൽ വരുന്നത്. ആ ഒരു വ്ലോഗാണ് ഇനി കാണാൻ പോകുന്നത്. കുട്ടിക്കാലം വഴി പീരുമേടെത്തി. പീരുമേട് പരുന്തുംപാറയുടെ മുകളിൽ ബ്രൗണിനെ കാണിക്കാം. പരുന്തുംപാറയുടെ മുകളിൽ കൊടുക്കുന്ന ബ്രൗൺ അങ്ങനെ നടക്കാം. പുറത്തൊന്നും അറിയുന്നു പറഞ്ഞു. സൂപ്പർ തണുപ്പും കാറ്റും എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കാലാവസ്ഥയായിരുന്നു. നല്ല അടിപൊളി കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കാറ്റൊക്കെ അടിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ നല്ല മോമോസൊക്കെ കണ്ടു. അങ്ങനെ അത് കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫ്രൈഡ് മോമോസ് പറഞ്ഞു, അത് കഴിച്ചു. പിന്നെ ഓംലേറ്റും ബജിയും അങ്ങനെ കുറേ സാധനങ്ങളും ചായയൊക്കെ കുടിച്ച അവസാനം അവിടെ നിന്ന് തണുപ്പത്ത് നല്ല ആസ്വദിച്ച് അവിടെ ഇങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ആളുകൾ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു തന്നായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പീരുമേടിൽ നിന്ന് ഏലാപ്പാറ വാഗമൺ റൂട്ടായിരുന്നു ഇറങ്ങിയത്. നല്ല റൂട്ടാണ്, നല്ല സീനിക്കായിട്ട് റൂട്ടാണിത്. അങ്ങനെ നമ്മുടെ റൈഡ് കഴിഞ്ഞ് താഴെ വാഗമൺ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശന്നു. തണുപ്പുണ്ടോളാ എന്നെ തുടരുത്. തണുത്ത് കഴിയുമ്പോൾ വെച്ച് വാഗമൺ നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ നല്ല മഴയും നല്ല തണുപ്പുമായിരുന്നു. റോഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ ഹൈ ബീമൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ മാത്രം ചെറുതായിട്ട് കാണാം, അല്ലെങ്കിൽ ഫുള്ള് റോഡ് എങ്ങോട്ടാണ് തിരിയുന്നതെന്നൊക്കെ മൊത്തം കൺഫ്യൂഷനായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളൊരു 9:30 ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി. ഇങ്ങനെ ഫുള്ള് പയ്യെ വന്നേ. അപ്പോൾ ശരി, ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.